ഒരു പിക്നിക്കിന് പോകുന്ന അനുഭവം തരുന്ന സിനിമയാണ് ശശികുമാർ സംവിധാനം ചെയ്ത പിക്നിക്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രേം നസീറും ലക്ഷ്മിയും. ഗാനവിഭാഗം അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിയും. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് വാൽക്കണ്ണെഴുതി എന്ന് തുടങ്ങുന്ന ഗാനം. മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വാണിയമ്മയുടെ സാന്നിധ്യം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് അർജുന മാഷ പാട്ടുകളിലൂടെയാണ്. ഇപ്പോഴും അത് പലപ്പോഴും പല പ്രോഗ്രാമിനും പലരും പാടി കേൾക്കുന്നുണ്ട്. ശരിക്കും എവർഗ്രീൻ എന്ന് പറഞ്ഞ വാക്കിന്, നിത്യഹരിതം എന്ന വാക്കിന് ഒരു പുതിയ മാനം നൽകിയ പാട്ടാണ്. കാര്യം ഇപ്പോൾ പാടുമ്പോഴും അതൊരു പുതിയ പാട്ട് പോലെ തോന്നുന്നു. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അത് കാലാതീതമായി ചെയ്ത കാര്യങ്ങളാണ്. ഈ ആർ കെ ശേഖർ സാറാണ് കൂടുതൽ അർജുന മാഷ പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അർജുന മാഷ പാട്ടുകളിലൊക്കെ തന്നെയും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാൽപ്പനിക സൗന്ദര്യം ഈ പാട്ടിനും ഉണ്ട്. മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ വന്ദനമാല തന്നിഴലിൽ നീയൊരു ചന്ദനലത പോൽ നിൽക്കും. പുഷ്പം ചൂടി പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭക്തിക്ക് ഏറ്റവും അധികം ഉപയോഗിച്ച രാഗങ്ങളിൽ ഒരു രാഗമായിരുന്നു മധ്യമാവധി. പിൽക്കാലത്ത് സിനിമ പാട്ടുകൾ ഇറങ്ങിയപ്പോഴും അതിനകത്ത് സിനിമയിലെ ഭക്തി ഗാനങ്ങൾക്ക് ഏറ്റവും അധികം ഉപയോഗിച്ച രാഗം മധ്യമാവധി തന്നെയാണ്. പക്ഷേ അർജുനൻ മാസ്റ്റർ പോലെയുള്ള പ്രതിഭാധനരായ സംഗീത സംവിധായകരാണ് ഇതിന് പ്രണയത്തിൻ്റെ ഒരു മെയിൻബോഡി ചേർത്തത്. എത്ര മനോഹരമാണ് കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള ഗാനം. അത് പിൽക്കാലത്ത് രണ്ടാമത് സിനിമയിൽ വന്നപ്പോഴും അതിൻ്റെ മധുരം ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. ശശികുമാർ കുടുംബ ചിത്രങ്ങളുടെ ഒരു തമ്പുരാനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൈവരുന്നു. അദ്ദേഹം തമിഴിൽ നിന്നും കടം കൊണ്ടെടുത്ത കർപ്പകം എന്ന സിനിമയുടെ മലയാള ആവിഷ്കാരമാണ് വിഷുക്കണി. ഈ സിനിമയിൽ പ്രേം നസീറും വിധുപാലയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ഇതിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സലിൽ ചൗധരിയും ശ്രീകുമാരൻ തമ്പിയും ചേർന്നാണ്. ഇതിലെ എല്ലാ ഗാനങ്ങളും വൻ ഹിറ്റുകളായിരുന്നു. വിശേഷിച്ച് മലർക്കൊടി പോലെ എന്ന ഗാനം. ഇത് ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയാണ്. നമ്മുടെ ഭാഷയിൽ അതുവരെ ഇറങ്ങിയ താരാട്ട് പാട്ടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു മലർക്കൊടി പോലെ എന്ന പാട്ടിലൂടെ സലിത നമുക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ മംഗനാട്ടിലെ ഏതെങ്കിലും ഒരു അമ്മ പാടിയ ഒരു താരാട്ടിൻ്റെ ഈണത്തിൽ നിന്നാവാം അദ്ദേഹത്തിന് അതിനുള്ളൊരു സ്പാർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലോ നമ്മുടെ സംഗീതത്തിലോ അതുവരെ വന്നിട്ടുള്ള താരാട്ട് പാട്ടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പാട്ട് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ സാധിച്ചു. ആ ഈണത്തിൻ്റെ ചുവട് പിടിച്ചാണ് ആ വരികൾ എഴുതിയെങ്കിലും പക്ഷേ നമുക്കിത് വരികളാണോ ഈണമാണോ ആദ്യം ഉണ്ടായതെന്ന് സംശയം തോന്നുന്ന രീതിയിൽ വളരെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുള്ള ഒരു പാട്ടാണ്. എക്കാലവും നമ്മളുടെ മക്കളെ ഉറക്കാനായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കാനാണെങ്കിലും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു താരാട്ട് പാട്ട് തന്നെയാണ് മലർക്കൊടി പോലെ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ മയങ്ങൂ നീയൻ മടിമേലേ.
പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി കനവ് കൊണ്ടുണരാനായി ഉഷസ്സണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരോ ആരിരാരാരോ. മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം. ഓണപ്പാട്ടുകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും മലയാള സിനിമയിൽ ഓണപ്പാട്ടുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ബംഗാളിയായ സലിൽ ചൗധരി എന്ന സംഗീത സംവിധായകനിൽ നിന്നാണ് കൂടുതലും ഓണപ്പാട്ടുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊന്നാണ് പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനം. ഇത് ശ്രീകുമാരൻ തമ്പി സാറാണ്. എനിക്ക് തോന്നുന്നു ഓണത്തെക്കുറിച്ച് കൂടുതൽ സിനിമാ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നതും ശ്രീകുമാരൻ തമ്പി സാറാണോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൂവിളി പൂവിളി പൊന്നോണമായി